ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിഷ്ഠ PSCയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് പറയാൻ പോകുന്നത് സർട്ടിഫിക്കറ്റ് അപ്ലോഡിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പം നമുക്കറിയാം LDCയിൽ കുറേയധികം ജില്ലകളിൽ ഇപ്പം സർട്ടിഫിക്കറ്റ് അപ്ലോഡിനുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കോഴിക്കോടിനാണ്. ഓക്കെ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒത്തിരി പേർക്ക് കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ചെറിയ രീതിയിൽ എനിക്ക് അറിയുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് ഒന്നും ക്ലിയർ ചെയ്ത് തരാം. അതുപോലെ തന്നെ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നും കൂടി നമുക്കൊന്ന് കാണാം. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ എത്തേണ്ടത് നമ്മുടെ കേരള PSC തുളസി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സൈറ്റിലേക്കാണ്. ഗൂഗിളിൽ അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ആ ഒരു ഇന്റർഫേസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്ത് ആ ഒരു ആക്സസ് കോഡും കൂടി അതുപോലെ അങ്ങോട്ട് അടിച്ചു. എന്നിട്ട് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് OTP ചോദിക്കും. അത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്കോ അല്ലെങ്കിൽ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഏത് ഇമെയിലാണോ ആ ഒരു ഇമെയിൽ ID-യിലേക്കോ ആയിരിക്കും വരുന്നുണ്ടാവുക. അങ്ങനെ നിങ്ങൾ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇതിലേക്കാണ് എത്തുന്നുണ്ടാവുക. അതിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ മെസ്സേജസിലായിട്ടാണ് നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡിനുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ടും ഇവിടെ ആഡ് ചെയ്യാനുള്ളത് ആധാർ ഉണ്ട്. ഇൻ കേസ് ആധാർ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ID പ്രൂഫ്സ് ഏതാണോ അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ബർത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ്, അതായത് SSLCയുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മുടെ LDC ആയതുകൊണ്ട് തന്നെ നമുക്ക് 10th വരെ ഉള്ളത് ഇപ്പം ആഡ് ചെയ്താൽ മതി. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് തഹസിൽദാർ ഇഷ്യൂ ചെയ്യുന്നത് വേണം. അത് തന്നെ അവിടെ ഒരു ടൈം പീരീഡ് പറഞ്ഞിട്ടുണ്ട്. ഓൺ ഓർ ആഫ്റ്റർ December 1st 2020 ശേഷമുള്ളത് എന്താണ് വാലിഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ, 2020 December 1st ശേഷം ആരൊക്കെയാണോ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഈ ഒരു കാറ്റഗറിയിൽ എടുത്തിട്ടുള്ളത് അവർക്കൊക്കെ അത് തന്നെ അപ്ലോഡ് ചെയ്താൽ മതിയാവും. പുതിയത് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അതുപോലെ ഇനിയിപ്പോൾ അത് റിസർവേഷൻ കാറ്റഗറീസ് ഉണ്ടാവില്ല, OBC അങ്ങനെയുള്ളവർക്കൊക്കെ നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. ഓക്കെ, നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. ഒരു 2 days അല്ലെങ്കിൽ മാക്സിമം 1 day വരെ കിട്ടും. ഓക്കെ, അത് വലിയൊരു കാര്യമുള്ള സംഭവമല്ല, വേഗം കിട്ടുന്ന ഒന്നാണ്. ഓക്കെ, അപ്പോൾ നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പല കാറ്റഗറിയിലുള്ള നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റ് വരാറുണ്ട്. സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് പർപ്പസ് ഉള്ളതുണ്ട്, സെൻട്രൽ എംപ്ലോയ്മെന്റ് പർപ്പസ്. അപ്പം ഇവിടെ ഇവർ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് പർപ്പസ് ഉള്ളതാണ് എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് തന്നെ വേണം എന്നുള്ളത് പറയുന്നുണ്ട്. ആൻഡ് അതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് December 1st 2022. ഓക്കെ, അപ്പോൾ 2022 December 1st ശേഷം നമ്മളുടെ ഈ ഒരു NCLC സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുള്ളവർക്ക് ആ ഒരു കാര്യം തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതിന് ചിലപ്പം കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ഒക്കെ എക്സാം വന്ന സമയത്ത് കുറേ പേരൊക്കെ ഇങ്ങനത്തെ NCLC ഒക്കെ അപ്ലൈ ചെയ്തിട്ടും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടും ഒക്കെ ഉണ്ടാവും. അവർക്കൊക്കെ ഒരുവിധം എന്താണ് ഈ പ്രാവശ്യം പുതിയതായി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരില്ല. കാരണം ഈ ഒരു ടൈം പീരീഡിന്റെ ഉള്ളിൽ തന്നെയായിരിക്കും അത് വരുന്നുണ്ടാവുക. ഓക്കെ, അതുപോലെ തന്നെ EWS കാറ്റഗറിയിൽ വരുന്നവർക്ക് EWS സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ആൻഡ് അതിന്റെ സർട്ടിഫിക്കറ്റ് ഫോമാറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ്, അതായത് SSLC സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ആയിട്ട് നമ്മൾ പോകേണ്ടത് മൈ പ്രൊഫൈലിലേക്കാണ്. ഓക്കെ, മൈ പ്രൊഫൈൽ എന്നുള്ള ആ ഒരു ഐക്കൺ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു മൈ പ്രൊഫൈലിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ഓർ വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ്, OTP ബേസ്ഡ് കറക്ഷൻസ്, അങ്ങനെ പ്രൊഫൈൽ കറക്ഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ആക്ച്വലി ഇവിടെ ആഡ് ആണ് ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു സംഭവമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ തന്നെ ഇവിടെ വരും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ആണോ, പേഴ്സണൽ ഡീറ്റെയിൽസ്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ, വെയിറ്റേജ്, ലാംഗ്വേജ് നോൺ, അങ്ങനെ കുറേ കാറ്റഗറീസ് നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണല്ലോ ആദ്യം എടുക്കുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നുള്ള ആ ഒരു ടാബ് ഇവിടെ തന്നെ ഫസ്റ്റ് തന്നെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. SSLC ഒരു ഇക്വലന്റ് ഉള്ള ആൾക്കാരെ SSLC മുതലുള്ള സർട്ടിഫിക്കറ്റുകളാണ് അപ്ലോഡ് ചെയ്ത് തുടങ്ങേണ്ടത് എന്ന് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് ഈ ഒരു ആഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം വരും. അതിൽ ക്വാളിഫിക്കേഷൻ ലെവൽ എന്ന് പറയുന്നത് 10th ലെവൽ എന്നാക്കിയിട്ട് കൊടുക്കുക. ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആകുമ്പോൾ SSLC എന്നുള്ളതാണ്. ഇനി സബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് ജനറൽ ആണ്. ഇനി ഇഷ്യൂയിങ് അതോറിറ്റി, നിങ്ങൾ ഔട്ട്സൈഡ് ഓഫ് കേരളയാണ് പഠിച്ചതെങ്കിൽ ഈ സെക്കൻഡ് ഓപ്ഷൻ വരും. അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും പൊതുവെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കേരള എന്നുള്ള ഒരു ഇതാണ് വരുന്നത്. ഇനി സ്ട്രീം നിങ്ങൾ റെഗുലർ ആയിട്ടാണോ ഡിസ്റ്റന്റ് ആയിട്ടാണോ എങ്ങനെയാണ് പഠിച്ചു വെച്ചാൽ അത് വരും. അപ്പോൾ റെഗുലർ എന്നുള്ളത് കൊടുത്തു. നമ്മളുടെ SSLC സർട്ടിഫിക്കറ്റിൽ ഒരു കാര്യമുണ്ട്, പെർസെൻറ്റേജ് ഓഫ് മാർക്കോ ഗ്രേഡോ കാര്യങ്ങളോ ഒന്നും ഇപ്പം CBSE-കാരാണെങ്കിൽ അവർക്ക് വരുന്നുണ്ട്. അല്ലാതെ നമ്മുടെ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച ഒരാൾക്കാണെങ്കിൽ അവരുടെ SSLC സർട്ടിഫിക്കറ്റിൽ പെർസെൻറ്റേജോ ഗ്രേഡോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാറില്ല. അതുകൊണ്ട് ഈ 2 കോളംസ് നിങ്ങൾ അങ്ങ് വിട്ടുവെച്ചേക്കാം, ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അതുപോലെ അങ്ങ് വിട്ടുവെച്ചാൽ മതി. ഇനി ഇയർ ആൻഡ് മന്ത് ഓഫ് പാസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് വെച്ച് തന്നെ കാണിച്ചു തരാം. അപ്പം ഈ ഒരു SSLCയുടെ സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു മന്ത് ആൻഡ് ഇയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്.
ഓക്കെ, ഇതല്ല ആക്ച്വലി നമ്മൾ കൊടുക്കേണ്ടത്. ഇതാ ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും അവസാനത്തിലായിട്ട് ഇങ്ങനെ ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും. ഇതാണ് നമ്മൾ ആ ഒരു ഇന്റർഫേസിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ മെയ് എന്ന് പറയുമ്പോൾ 05 വരും, 05/2000. ആൻഡ് റിസൾട്ട് ക്ലാസിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. നമുക്ക് അങ്ങനെ ക്ലാസിഫിക്കേഷൻസ് പൊതുവേ പറയാറില്ല, അതുകൊണ്ട് നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കുക. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എന്താണോ എന്നുള്ളത് അത് കൊടുക്കുക. റിമാർക്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആൻഡ് ഈ ഒരു ആക്സസ് കോഡ് ഇവിടെ കൊടുത്തിട്ട് സേവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ SSLCയുടേത് അവിടെ ആയി. ഇനി നമ്മൾ +2ൻ്റെതാണ് ആഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ക്വാളിഫിക്കേഷൻ ലെവൽ എന്നുള്ളത് 12th ലെവലായിട്ട് വരും. ക്വാളിഫിക്കേഷൻ ഇത് +2 ആണ്. ഓക്കെ, ക്വാളിഫിക്കേഷൻ +2 എന്ന് പറയും. സബ്ജക്ട് നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണോ പഠിച്ചിട്ടുള്ളത് വെച്ചാൽ അത് കൊടുക്കുക. ഇഷ്യൂയിങ് അതോറിറ്റി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കേരളയാണ്. സ്ട്രീം ഏതാണ്, റെഗുലർ ആണോ ഡിസ്റ്റന്റ് ആണോ അങ്ങനെ ഏതാ വെച്ചാൽ പെർസെന്റേജ് ഓഫ് മാർക്സ് നമ്മുടെ ആ ഒരു ഷീറ്റിൽ ഉണ്ടെങ്കിൽ മാത്രം അവിടെ പെർസെന്റേജ് ഓഫ് മാർക്സ് കൊടുക്കുക. ഗ്രേഡ് ഓവറോൾ ഗ്രേഡ് അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഓവറോൾ ഗ്രേഡ് കൊടുക്കുക. പൊതുവേ നമ്മുടെ SSLCയിലും +2യിലും ഒന്നും ഇങ്ങനെ പെർസെന്റേജും ഗ്രേഡും ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാറില്ല നമ്മൾ പൊതുവെ. അതുകൊണ്ട് ഇത് രണ്ടും അങ്ങോട്ട് ഒഴിച്ചിട്ടാൽ മതി. അതേപോലെ തന്നെ മന്ത് ആൻഡ് ഇയർ ഓഫ് പാസ് മെറ്റീരിയൽ കണ്ട പോലെ തന്നെ ഏറ്റവും എൻഡിലായിട്ട് +2 സർട്ടിഫിക്കറ്റിന്റെ ഏറ്റവും എൻഡിലായിട്ട് നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഇയറും മന്തും കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് നിങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ആൻഡ് റിസൾട്ട് ക്ലാസിഫിക്കേഷൻ ഇതും അതേപോലെ തന്നെ നോട്ട് ആപ്ലിക്കബിൾ തന്നെയാണ് വരെ. രജിസ്റ്റർ നമ്പർ ആക്സസ് കോഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുമായി. ഇനി ഡിഗ്രിയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് ഗ്രാജുവേറ്റ് ലെവൽ ഏതാണ്, ക്വാളിഫിക്കേഷൻ ഏതാണ്, BA ആണോ BSc ആണോ അങ്ങനെ ഏതാണ് വെച്ചാൽ അത് കൊടുക്കുക. ഇനി സബ്ജക്ട് ഏത് സബ്ജക്റ്റ് ആണോ നിങ്ങൾ കൊടുത്തിട്ടുള്ളത് വെച്ചാൽ ആ ഒരു സബ്ജക്ട് അവിടെ കൊടുക്കുക. ഇഷ്യൂയിങ് അതോറിറ്റി പല യൂണിവേഴ്സിറ്റീസ് ഉണ്ടാവും, അത് ഏതാണ് യൂണിവേഴ്സിറ്റി എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് അത് കൊടുക്കുക. സ്ട്രീം റെഗുലർ ആണോ ഡിസ്റ്റന്റ് ആണോ, പെർസെന്റേജും ഇത് അതുപോലെ തന്നെ ഇവിടെ കൊടുക്കാറില്ല പെർസെന്റേജ്, പക്ഷെ ഗ്രേഡ് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ പെർസെന്റേജ് ഉള്ള ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയാണ് നിങ്ങൾ അതെങ്കിൽ പെർസെന്റേജ് അവിടെ കൊടുക്കുക. ഗ്രേഡ് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒക്കെ ആണെങ്കിൽ അവിടെ ഗ്രേഡ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ CGPA ഇവിടെ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. CGPA നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവരത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ CGPA ഇവിടെ കൊടുക്കേണ്ട, ഗ്രേഡ് മാത്രം ഇവിടെ കൊടുത്താൽ മതി. ആൻഡ് മന്ത് ആൻഡ് ഇയർ ഓഫ് പാസ് ഇത് മറ്റേ സർട്ടിഫിക്കറ്റ്സിനൊക്കെ പോലെ തന്നെ എൻഡിലായിട്ട് ഏതാണോ ഇയറും മന്തും ഉള്ളത് അതാണ് അവിടെ കൊടുക്കേണ്ടത്. ഇനി റിസൾട്ട് ക്ലാസിഫിക്കേഷൻ അതും അവിടെ അങ്ങ് പറയാറില്ല, നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കുക. രജിസ്റ്റർ നമ്പർ കൊടുക്കുക. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് സർട്ടിഫിക്കറ്റ് അപ്ലോഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവേണ്ടത് ഇവിടെ. ഓക്കെ, ഈ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്കാൻ ഡോക്യുമെന്റ്സ് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോർഷനിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ആൻഡ് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടോ, അപ്പുറത്തെ എന്തൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളത് വെച്ചാൽ അതിന്റെ ഒക്കെ ഇവിടെ ഈ ഒരു പോർഷനിൽ നിങ്ങൾക്ക് എഴുതി കാണും. ആൻഡ് അതിന്റെ ഇപ്പുറത്തായിട്ട് ഒരു പ്ലസ് സൈനും കാണും. ഓക്കെ, ആ ഒരു പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വരും. ആൻഡ് ഓർത്തിരിക്കുക, ഇവിടെ നമ്മൾ ഇമേജ് സ്കാൻ ചെയ്ത് കയറ്റുന്ന സമയത്ത് അതിന്റെ ഫോമാറ്റ് JPG ഫോമാറ്റിലായിരിക്കണം. അതുപോലെ തന്നെ 100 KB കൂടാൻ വേണ്ടിയിട്ട് പാടില്ല. ആൻഡ് അറ്റ്ലീസ്റ്റ് ഓക്കെ മിനിമം 500x500 വിത്ത് ആൻഡ് ഹൈറ്റ് റെസൊല്യൂഷനിലുള്ള ഒരു ഇമേജ് ആയിരിക്കണം നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ നല്ല ക്ലാരിറ്റിയും കറക്റ്റ്നെസ്സും ഒക്കെ ഉള്ളതാണ്. അഥവാ എന്തെങ്കിലും അവർ ആക്ച്വലി കുറെ സൂം ചെയ്തൊക്കെ നോക്കും. അങ്ങനെ സൂം ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളതിൽ എന്തെങ്കിലും രീതിയിൽ കുറച്ച് ബ്ലർഡ് ആയിട്ടൊക്കെയാണ് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരത് വീണ്ടും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അതുകൊണ്ട് എപ്പോഴും ഇമേജസും കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നല്ല റെസൊല്യൂഷനുള്ള സാധനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇന്റർനെറ്റ് കഫേസിലെല്ലാം പോയിട്ട് ചെയ്യുന്നതാണ്. സ്വയം ചെയ്യുന്നതിനെക്കാട്ടും അവർക്കാവുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അത്യാവശ്യം ഇതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ആളാണെന്ന് വെച്ചാൽ വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ ഈസി ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും കഫേയിൽ കൊണ്ട് ചെയ്യണമെങ്കിൽ അവർ കറക്റ്റ് ഈ റെസൊല്യൂഷനിൽ സംഭവങ്ങളൊക്കെ ചെയ്തുതരും. ഓക്കെ, അപ്പോൾ താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്യുമെന്റ് ടു അപ്ലോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡിജി ലോക്കറിന് നേരിട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ഫയൽ കൊടുത്തിട്ട് അങ്ങനെ ചെയ്താലും മതി. ആൻഡ് ലാസ്റ്റ് ഈ ഒരു സംഭവം ടിക്ക് ചെയ്തിട്ട് ആഡ് ഡോക്യുമെന്റ് എന്നത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡോക്യുമെന്റ് അവിടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണുക ഇതേപോലെ ആയിരിക്കും. ഓക്കെ, ഒരു റോങ് മാർക്കിലായിട്ടായിരിക്കും അത് കാണുന്നുണ്ടാവുക. ഓക്കെ, അത് വെരിഫൈ ചെയ്തതിന് ശേഷമാണ് അവിടെ ആ ഒരു ടിക്ക് മാർക്ക് വരിക. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് NCLC സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെയുള്ള ബാക്കി സർട്ടിഫിക്കറ്റ് EWS അങ്ങനത്തെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്തതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് പോകേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജനറൽ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷൻ ഇവിടെ കാണാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റും. ജനറൽ ഡോക്യുമെന്റ്സിൽ പോവുക, ഇവിടെ കൊടുത്തിട്ടുണ്ട് ആഡ് യുവർ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ഹിയർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അവിടെ ഡോക്യുമെന്റ് ടൈപ്പ് ഏത് ടൈപ്പ് ആണോ നിങ്ങൾ ചെയ്യുന്നത്, ഇപ്പോൾ SC/ST കാരാണെങ്കിൽ അത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ബാക്കി OBC അതുപോലത്തെ കാറ്റഗറീസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റ് ആയിരിക്കും വേണ്ടി വരിക.
ഓക്കെ, ആ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുക. നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റ്, അതിന്റെ ഇഷ്യൂ നമ്പർ ഉണ്ടാവും ഏറ്റവും ടോപ്പിൽ ലെഫ്റ്റ് സൈഡിലായിട്ട്. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്യൂ നമ്പർ കാണാൻ വേണ്ടിയിട്ട് പറ്റും. എന്നാണോ ഇഷ്യൂ ഡേറ്റ് എന്നുള്ളതും അതിൽ കൊടുത്തിട്ടുണ്ട്. ഇഷ്യൂഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വില്ലേജ് ഓഫീസർ ആണെങ്കിൽ ആളുടെ പേര്, ഏതാണ് വില്ലേജ് എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് മെൻഷൻ ചെയ്തിട്ട് അതവിടെ സേവ് ചെയ്ത് കൊടുക്കുക. ആൻഡ് നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് എപ്പോഴും ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ നമ്മുടെ പെർമനന്റ് അഡ്രസ്സിലോ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിലോ ആയിരിക്കും നമ്മൾക്ക് ഈ NCLC സർട്ടിഫിക്കറ്റ് വേണ്ടി വരിക. ഇൻ കേസ് അങ്ങനെയല്ല നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നമുക്കൊരു വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് കേരള PSC എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ, മീൻസ് അത് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഭവമാണ് വരുന്നത്. അവിടെ പ്രോപ്പർ ആയിട്ട് എന്തിലാണ് വ്യത്യാസമുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു ഗസറ്റഡ് ഓഫീസറിനെ കൊണ്ടോ വില്ലേജ് ഓഫീസറെ കൊണ്ടോ അതൊന്ന് സൈൻ ചെയ്ത് അറ്റസ്റ്റ് ചെയ്ത് വാങ്ങാം. ആൻഡ് ഇത് നമ്മൾ നേരത്തെ ഈ ജനറൽ ഡോക്യുമെന്റ്സിൽ ആഡ് ചെയ്ത് കൊടുത്തല്ലോ, അതുപോലെ ജനറൽ ഡോക്യുമെന്റ്സിൽ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് ഇപ്പം നിങ്ങൾക്ക് കിട്ടി, അറ്റസ്റ്റ് ചെയ്തൊക്കെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് ഇഷ്യൂ നമ്പർ ഇതിൽ കാര്യമായിട്ടുണ്ടാവില്ല, അപ്പം നില്ലെന്ന് കൊടുത്താൽ മതി. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ ഇഷ്യൂ ഡേറ്റ്, ഏത് ഡേറ്റിലാണോ നിങ്ങൾക്ക് അത് എഴുതി കിട്ടിയിട്ടുള്ളത് ആ ഒരു ഡേറ്റ്, ഇഷ്യൂഡ് ബൈ ആരാണോ ചെയ്തിട്ടുള്ളത് ആളുടെ പേരും ഡെസിഗ്നേഷനും അവിടെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. സ്കാൻഡ് ഡോക്യുമെന്റ്സിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പോർഷനിൽ നിങ്ങൾക്ക് ഈ നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റ് എന്ന് എഴുതിയിട്ട് അവിടെ ഒരു ക്രോസ് മാർക്ക് ഇട്ടിട്ട് കാണും. ഓക്കെ, അതിന് നേരെയുള്ള പ്ലസ് എന്ന ആ ഒരു ഐക്കൺ എടുത്തിട്ട് നേരത്തെ നമ്മൾ എങ്ങനെയാണോ ആ ഒരു കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മതി. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. എനിക്ക് അറിയുന്ന പോലെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, സോ ഇത്രയും നേരം കേട്ടതിന് താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. ഹാപ്പി